ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓസ്ട്രിച്ച് പാർക്കിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഇത്തിരി താമസിച്ചു പോയി. ഇവിടെ ഞങ്ങളിത് സെക്കൻഡ് ടൈം ആട്ടോ. ആദ്യം വന്നപ്പോൾ അച്ചു നല്ല ചെറുതായിരുന്നു, അവളെ നടന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവൾക്ക് ഇതൊന്നും ഓർമ്മ കാണില്ല എന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ എത്തിയപ്പോൾ തന്നെ കണ്ടത് ഇതേ ഓസ്ട്രിച്ചിൽ തന്നെയാണ്. ഓസ്ട്രിച്ച് മാത്രമല്ല വേറെയും കുറേ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോയപ്പോൾ അധികമൊന്നും കാണാൻ പറ്റിയില്ല. കാരണം സൺറൈസ് ഡയറക്റ്റ് നമ്മളെ കണ്ണിൽ തന്നെ അടിക്കുന്നതുകൊണ്ട് പുറകിലുള്ള കാഴ്ചകളൊന്നും അത്ര വിസിബിൾ അല്ലായിരുന്നു. ഇവിടെ ജിറാഫ്, സീബ്ര അതുപോലത്തെ ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോയപ്പോൾ അധികമൊന്നും കാണാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സ്പേസ് ആട്ടോ. ചുറ്റിലും കമ്പിവേലി കെട്ടിയിട്ടാണ് ഉള്ളത്. ആനിമൽസിനൊക്കെ സെപ്പറേറ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. എന്തായാലും അച്ചുക്കുട്ടി കാണണം എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുണ്ട്. അവൾക്ക് മങ്കിനെ കാണണം എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. ഫ്രൈഡേ ആയത് കാരണം കുറേ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയാകുമ്പോഴത്തേക്ക് ഇവിടെ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഫുള്ളാകും. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം അയച്ചിട്ട് ഇറങ്ങുന്ന സമയമായിരുന്നു. സോ ആളുടെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു, ഭയങ്കര സ്ലീപ്പി ആയിരുന്നു. പിന്നെ ഇവിടെ എത്തി പാർക്കൊക്കെ കണ്ടപ്പോഴാണ് അയച്ചിൻ്റെ മൂഡൊക്കെ മാറിയത്. പിന്നെ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. പാർക്കിൽ നിന്ന് ഇറങ്ങാനായിരുന്നു മടി. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തൊരു വൈബൊക്കെ വരും. ഒരു ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ ചന്തയൊക്കെ കാണില്ല, അതുപോലെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടി കുട്ടി ടോയ്സൊക്കെ വിൽക്കുന്ന കടകൾ വഴിയരികിൽ കാണാം. പിന്നെ തട്ടുകട പോലത്തെ സംഭവങ്ങൾ. ഇവിടെ മെയിനായിട്ട് സെല്ല് ചെയ്യുന്നത് പോപ്കോൺ, ഫ്രഞ്ച് ഫ്രൈസ്, ഐസ്ക്രീം അതുപോലത്തെ സംഭവമായിരുന്നു. ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ച് അതും കഴിച്ചുകൊണ്ട് കുറേ സമയം അവിടെ ഇരുന്നു. പിന്നെ രാത്രിയാകും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അവിടെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.